മസ്ജിദുൽ ഹറാം, പരിശുദ്ധമായ മസ്ജിദുൽ നബവി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടെ നന്ദിവിഷമം കൊള്ളുന്ന സ്ഥലമാണത്. മക്കയും മദീനയും എങ്ങനെയാണ്? മക്കയിൽ എല്ലാം ജീവനില്ലാത്തതാണെന്ന് പറയാം, മദീനയിലേക്ക് എത്തിയാൽ ജീവുള്ളതാണ്. അതാണ് പ്രത്യേകത. രണ്ടും ഒരു മക്കയിൽ കഅബയുണ്ട്, കഅബ സംസാരിക്കോ? ഇല്ല. മക്കയിൽ പരിശുദ്ധമായ ഹജറുൽ അസ്വദ് ഉണ്ട്, സംസാരിക്കോ? ഇല്ല. മക്കയിൽ മഖാം ഇബ്രാഹിം ഉണ്ട്, സംസാരിക്കോ? ഇല്ല. മക്കയിൽ മീസാബുണ്ട്, സംസാരിക്കോ? ഇല്ല. മക്കയിൽ ഹതീം, ആ ഒരു ഹാഫ് സ്ക്വയർ ആയിട്ടുള്ള ഒരു സെമിസ്ഫറിക് ഒരു മതിൽക്കെട്ടുണ്ടല്ലോ, ഹതീം, ഹിജ്ർ ഇസ്മായിൽ എന്നറിയപ്പെടുന്നത്, അത് സംസാരിക്കോ? ഇല്ല. മദീനയിലുള്ളത് ആരാണ്? صلوا علي فإن صلاتكم معروضة عليه صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. എന്റെ മേൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ലണം. فإن صلاتكم معروضة عليه, നിങ്ങളുടെ സ്വലാത്ത് എന്നെ കാണിക്കപ്പെടുന്നുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മരണത്തിന് ശേഷമാണെങ്കിൽ പോലും എന്നോട് നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്തിന് ഞാൻ മറുപടി പറയുന്നുവെന്നും എന്റെ സ്വലാത്തുകൾ എനിക്ക് എത്തിച്ചു തരാൻ അല്ലാഹു ആയിരക്കണക്കിന് മലക്കുകളെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ ചെന്ന് സലാം ചൊല്ലണ്ടേ? അതിലാർക്കും അഭിപ്രായ വ്യത്യാസമില്ലല്ലോ. മദീനയിൽ ചെന്നാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കുന്ന അന്ത്യവിഷമം കൊള്ളുന്ന പരിശുദ്ധമായ പള്ളിയുടെ ആ പരിശുദ്ധമായ അവിടുത്തെ ഖബർ ഷരീഫിന്റെ മുമ്പിൽ ചെന്നിട്ട് ഹബീബായ തങ്ങൾ കിടക്കുന്നത് കഅബയിലേക്ക് മുഖം തിരിച്ചുകൊണ്ടാണ്. ഈ മുഖത്തിന്റെ മുമ്പിലൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത്. ആണുങ്ങളൊക്കെ കടന്നു പോകുന്ന വഴി എങ്ങനെയാണ്? ആ കടത്തം കഅബയിലെ കഅബ അങ്ങനെ മസ്ജിദുൽ നബവിയുടെ മിഹ്റാബിന്റെ ഭാഗം കാണാൻ, ആ ഭാഗത്താണ് പരിശുദ്ധ ഹബീബിന്റെ സ്വല്ലല്ലാഹു അവിടുത്തെ ഖബറുള്ളത്. ആ കടത്തം ഖിബ്ലയിലേക്ക് തിരിഞ്ഞുള്ള കടത്തമാണ്. മുമ്പിലൂടെ മുഖത്തേക്ക് നോക്കി അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, നബിയെ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് ത്യാഗം ചെയ്തില്ലേ നബിയെ, അല്ലാഹുവിന്റെ രക്ഷണക്ക് ഉണ്ടാകട്ടെ നബിയെ എന്ന് സലാം പറയാത്ത ഒരു മുസ്ലിം ഉണ്ടാവോ? കഴിയോ സലാം പറയാതിരിക്കാൻ? എല്ലാ ഉലമാവും രേഖപ്പെടുത്തിയില്ലേ? അതില് നമ്മുടെ പാർട്ടികൾക്ക് പോലും അഭിപ്രായ വ്യത്യാസമില്ലല്ലോ. മുസ്ലിമീങ്ങളുടെ ഉള്ളിൽ ഹബീബായ നബി ഞങ്ങൾക്ക് സലാം പറയണം. എന്തേ? അവിടുന്ന് സലാം പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞതിന്റെ താല്പര്യം അവിടെ തന്നെ പറഞ്ഞു, നിങ്ങളുടെ സ്വലാത്ത് എന്നെ കാണിക്കപ്പെടും, ഞാൻ നിങ്ങൾക്ക് മടക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. നിസ്സാരം നമ്മുടെ കൈകളിൽ കൊണ്ടു നടക്കുന്ന മൊബൈൽ ഫോൺ മുഅ്മിനായ മനുഷ്യന് പാഠം പഠിക്കാനില്ലേ? ആയിരക്കണക്കിന് ഒരൊറ്റ നിമിഷം, ഒരു സെക്കൻഡിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഫോണിലൂടെ വിളിക്കുന്നു, മെസ്സേജ് കൈമാറുന്നു. കൺട്രോൾ ടവറിലൂടെ, സാറ്റലൈറ്റ് ടവറിലൂടെ മെസ്സേജുകൾ കടന്നു പോകണില്ലേ? സുബ്ഹാനല്ലാഹ്. ആരുടെങ്കിലും കോള് മറ്റോനെ വിളിച്ചത് ആള് മാറിയിട്ട് വരുന്നുണ്ടോ? ഇല്ല. നിന്റെ നമ്പർ ശരിയാണെങ്കിൽ നീ ഉദ്ദേശിച്ച ആൾക്കല്ലേ പോയിട്ടുള്ളത്. വല്ല കുഴപ്പമുണ്ടോ? ഇല്ല. അള്ളാന്റെ ഭൂമിയിലെ മനുഷ്യന്റെ ടെക്നോളജി കൊണ്ട് അള്ളാഹു ഈ കഴിവ് നൽകിയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഹബീബിന് ലക്ഷക്കണക്കിന് ആളുകളുടെ സ്വലാത്ത് എത്തിച്ചു കൊടുക്കാനുള്ള വകുപ്പ് അള്ളാന്റെ ഖജനാവിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ മുഅ്മിനായ മനുഷ്യന് അധികമൊന്നും പ്രയാസമല്ല. സുബ്ഹാനല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കിടക്കുന്നത് മദീനയിലാണ്. ഉലമാ പറയാൻ മക്കയാണ് അല്ലാഹുവിന്റെ അഫ്ളലുൽ ബിഖാ, ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠമായ പ്രദേശം മക്കയാണ്, പരിശുദ്ധമായ കഅബയാണ്. പക്ഷേ അള്ളാന്റെ പ്രപഞ്ചത്തിൽ അള്ളാഹുവിന്റെ ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള മണ്ണേതാണ്? ഏറ്റവും ശ്രേഷ്ഠതയുള്ള മണ്ണേതാണ്? ഭയങ്കരമാണ് മക്കയും മദീനയുടെയും വിഷയം. രണ്ടും ഒരുമിച്ച് നമ്മൾ കാണാൻ പറ്റണം. സുബ്ഹാനല്ലാഹ്. അഫ്ളലുൽ ബിഖാ മക്കയാണ്. പക്ഷേ അഫ്ളലു തുർബ, അള്ളാന്റെ ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠമായ മണ്ണേതാണ്? എവിടെയാണത്? ഇമാം അബൂസുരി റളിയല്ലാഹു അൻഹു പാടിയില്ലേ, ലാ തീബ യഅദിലു തുർബൻ മഅഅളുമഹു, ലാ തീബ യഅദിലു തുർബൻ മഅഅളുമഹു, طوبى لمستشق منه وملتثمي مولاي صل وسل دائما أبدا على حبيبك خير الخلق كلهم يا خير من يمم العافين ساحته سعيا وفوق متون العين
മുതൂനിൽ ഐനുഖിർ റുസുമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം ബിജ്മാഇൽ ഉമ്മ. അല്ലാമ ഖാദി ഇയാദ് റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തി, മുസ്ലിം ഉമ്മത്തിലെ ഒരു പണ്ഡിതന് പോലും അഭിപ്രായ വ്യത്യാസമില്ലാതെ രേഖപ്പെടുത്ത വിഷയമേതാണ്? അഫ്ളലു തുർബത്തിൻ, അല്ലാഹുവിന്റെ ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠമായ മണ്ണ് പരിശുദ്ധ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അവിടുത്തെ ശരീരത്തോട് ചേർന്ന് കിടക്കാൻ ഭാഗ്യമുണ്ടായ മണ്ണാണ് അല്ലാഹുവിന്റെ ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠമായ മണ്ണ്. അത് കിടക്കുന്നത് മദീനയിലാണ്. യാ അല്ലാഹ്. പക്ഷേ അള്ളാഹുവിന്റെ ഭവനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഭവനവും അള്ളാഹു തെരഞ്ഞെടുത്ത പ്രദേശങ്ങളിൽ ഉമ്മുൽ ഖുറ, ലോകരാജ്യങ്ങൾക്ക് മുഴുവനും ഉമ്മയാകേണ്ട, ലോക നഗരങ്ങൾക്ക് മുഴുവനും മാതാവായ, സർവമാന ഗ്രാമങ്ങൾക്കും നഗരങ്ങൾക്കും ഉമ്മയായ ഗ്രാമം ഉമ്മുൽ ഖുറ മക്കയാണ്. യാ അല്ലാഹ്. രണ്ടും ഹറമൈനിയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കുന്നത് എവിടെയാണ്? എന്താ അതിന്റെ പ്രത്യേകത എന്നറിയോ? ആ മണ്ണിലാണ് അല്ലാഹു തആല ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സൃഷ്ടിച്ച മണ്ണ് മദീനയിലെ മണ്ണാണ്. ഒരു മനുഷ്യൻ ഖബറടക്കപ്പെടുന്ന സ്ഥലം എവിടെയാണോ ആ പ്രദേശത്തെ മണ്ണുകൊണ്ടാണ്, അതിന്റെ അംശമാണ് ഈ മനുഷ്യന്റെ ശരീരത്തിലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉലമാ പഠിപ്പിക്കാൻ. നമ്മൾ എവിടെയാണോ മറവയ്യപ്പെടുന്നത്, നമ്മൾ ഇവിടെ മറവെയ്താൽ നമ്മെ സൃഷ്ടിക്കുന്ന സമയം അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ ആദം നബി അലൈഹിസ്സലാമിന്റെ സൃഷ്ടിപ്പിലൂടെ നമ്മൾ ഏത് ഭാഗത്തുകൂടെ കടന്നു വരുന്നോ ആ ഭാഗത്തെ മണ്ണ് നമ്മൾ ഖബറടക്കപ്പെടുന്ന സ്ഥലത്തെ മണ്ണാണെന്ന് അവിടെ നിന്ന് എടുത്തിട്ടാ പടച്ചത്, അവിടേക്ക് തന്നെ തിരിച്ചു വെക്കുന്നത്. യാ അല്ലാഹ്. അമ്പിയാക്കന്മാരുടെ വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മറവ് ചെയ്യപ്പെട്ടത് ഈ മദീനയിലായതുകൊണ്ട് ഉലമാ പറയാണ്, خلق أفضل الخلق ودفن فيها من خيار هذه الأمة. يا الله. ഒരുപാട് സ്വഹാബികൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തെ പടക്കാൻ അല്ലാഹു ഉദ്ദേശിച്ച മണ്ണ് മദീനയിലെ മണ്ണാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടേക്ക് എത്തിയത്. യാ അല്ലാഹ്. ഉലമാ പറയാൻ മക്ക പരിശുദ്ധമാണ്. മക്ക ഹറാമുൻ ഹറമഹല്ലാഹ്. മക്ക പരിശുദ്ധമാണെന്ന് അല്ലാഹു പ്രഖ്യാപിച്ചതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ പടച്ചയിടം മുതൽ അങ്ങനെ തന്നെയാണ്. മക്ക പരിശുദ്ധമാണ്. വൽ മദീനതു ഹറംതുഹാ, മദീന പരിശുദ്ധമാണെന്ന് ഞാൻ പ്രഖ്യാപിക്കുകയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയെ മക്കയെ ഹറമായി പ്രഖ്യാപിച്ചത് ആരാണ്? സയ്യിദ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയാണ് മക്കയെ പരിശുദ്ധമാക്കിയത്. മദീനയെ പരിശുദ്ധമാക്കിയതോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ. ബന്ധം നോക്കണം. യാ അല്ലാഹ്. وإذ قال إبراهيم رب اجعل هذا بلدا آمنا سورة البقرة. وإذ قال إبراهيم رب اجعل هذا بلدا آمنا وارزق أهله من الثمرات من آمن منهم بالله واليوم الآخر قال ومن كفر فأمتعه قليلا ثم أضطره إلى عذاب النار وبئس المصير. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടുത്തെ കുടുംബത്തെ കൊണ്ടുവന്ന് പാർപ്പിക്കുകയാണ്. മക്കയിൽ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഖുർആനിന്റെ പ്രയോഗം നോക്കണം. റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന. ഹാദാ ബലദൻ ആമിന. വേറെ ഒരായത്തുണ്ട് ഹാദൽ ബലദ ആമിന. ഒരിക്കൽ അൽ ബലദ് എന്ന് പറയും, പിന്നെ ഇവിടെ പറഞ്ഞു ബലദൻ, അൽ എന്ന് പറഞ്ഞിട്ടില്ല. അതിലുപോലും ഖുർആനിന്റെ പ്രയോഗങ്ങൾ അത്ഭുതമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയാണ്, അല്ലാഹുവേ, റബ്ബി, എന്റെ റബ്ബേ, എന്റെ രക്ഷിതാവേ, ഇജ്അൽ ഹാദാ, ഈ നാടിനെ ആക്കണം റബ്ബേ, ബലദൻ ആമിന, സുരക്ഷിതമായ നാടാക്കണം അല്ലാഹ് എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത് എപ്പോഴാണ്? ആദ്യമായി വന്ന സ്ഥലം. അന്ന് ഈ നാട് എന്ന് പറയാനായിട്ടില്ല. കാരണം ഇവിടെ മനുഷ്യന്മാരില്ല, ഒന്നുമില്ലല്ലോ. കഅബം പോലും കാണാനില്ല. കഅബന്റെ അസ്ഥിവാരങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോ ഈ നാടിനെ എന്ന് പറഞ്ഞ് ദുആയിരുന്നത് ഈ സമയത്തല്ല. ഈ ദുആ നമ്മൾ ഇപ്പോൾ ഓതിക്കൊണ്ടിരിക്കുന്ന ആയത്ത് സൂറത്തുൽ ബഖറയിലെ 126-ാമത്തെ ആയത്ത്, ഹാദാ, ഈ നാടിനെ നീ ആക്കണം. എന്താക്കണം? ബലദൻ ആമിന, സുരക്ഷിതമായ നാടാക്കണം അല്ലാഹ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആയിരുന്നു.
കുറെ കാലം കഴിഞ്ഞു വന്നപ്പോ ഇസ്മായിൽ നബി അലൈഹിസ്സലാം വളർന്ന് കുട്ടിയായിട്ടുണ്ട്. ആളുകൾ താമസം തുടങ്ങിയിട്ടുണ്ട്. യമനികളായ ജൂഹും ഗോത്രക്കാർ വന്ന് താമസം തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ പറഞ്ഞ ദുആയാണ് റബ്ബിജ്അൽ ഹാദൽ ബലദ, ഈ നാടിനെ റബ്ബേ ഇനി സുരക്ഷിതമായി നിർത്താൻ പടച്ചവനെ. കാരണം ഈ നാട് എന്ന് പറയാൻ അപ്പോഴാ നേരായത്. ഇത് ഈ നമ്മൾ പറയുന്ന ഈ ദുആ ആദ്യം ഹാജർ ബീവി റളിയല്ലാഹു അൻഹയെ ഇസ്മായിൽ അലൈഹിസ്സലാം എന്ന കൊച്ചു പൈതലിനെ മക്കയിലേക്ക് കൊണ്ടുവന്ന നേരത്തെ ചെയ്ത ദുആയാണ്. അവിടെ ആരുമില്ല. ആ ദുആ കാരണം അല്ലാഹു മക്കയെ അന്നു മുതൽ ഹറാമാണെന്ന് പ്രഖ്യാപിച്ചു. എന്താ ഹറാം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു പക്ഷിയെ പോലും കൊല്ലാൻ പാടില്ല. അവിടുത്തെ വേട്ടയാടി പിടിക്കാവുന്ന മക്കയിൽ വേട്ടയാടാൻ പാടില്ല. ലാ യുഅബദു ഷജറുഹാ, അവിടുത്തെ ചെടികൾ പറിക്കാൻ പാടില്ല. അവിടുത്തെ പച്ചമരങ്ങൾ വെട്ടിമുറിക്കാൻ പാടില്ല. അവിടെ യുദ്ധം ചെയ്യാൻ പാടില്ല. അവിടെ യുദ്ധം ഗുണങ്ങൾ ഹറാമുകളിൽ ഹറാമാണ്. അവിടെ കശപിശ പാടില്ല. അവിടെ അനാവശ്യ വർത്തമാനം പാടില്ല. എന്തേ? ഇത് പരിശുദ്ധമായ പ്രദേശമാണ്. യാ അല്ലാഹ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ദുആയാണ്. മദീനയാണെങ്കിലോ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അല്ലാഹുമ്മ ഇന്നി ഉഹർരിമു മാ ബൈന ജബലൈഹാ മിസ്ല മാ ഹറമ ബിഹി ഇബ്രാഹീം മക്ക, അല്ലാഹുമ്മ ബാരിക് ലഹും ഫീ മുദ്ദിഹിം വസാഇഹിം. അല്ലാഹ്, ഈ മദീനയുടെ ഈ മലമടക്കുകൾക്കിടയിലുള്ള പ്രദേശം ഹറമാണെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അധികാരം അല്ലാഹു കൊടുത്തില്ല ഹബീബിന്. ഇത് ഹറമാൻ. ലാ യുഅദു ശജറുഹാ വലാ യുഖ്തലു സൈദുഹാ. ഇവിടെ ചെടികൾ വെട്ടിമുറിക്കാൻ പാടില്ല. മരങ്ങൾ വെട്ടി നശിപ്പിക്കാൻ പാടില്ല. ജീവജാലങ്ങളെ കൊല്ലാൻ പാടില്ല. ഉപദ്രവകാരികളായ ജീവികളെ ഒഴികെ വേറൊന്നും ചെയ്യരുത്. അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രഖ്യാപനമാണ്. രണ്ടും ഹറമാണ്. ഒന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയാണ്, മറ്റേത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥനയാണ്. മക്കയിലേക്ക് വരാം. നമ്മളൊക്കെ നമ്മൾ അങ്ങോട്ടാ പോകുന്നതല്ലേ. യാ അല്ലാഹ്, അല്ലാഹു നമ്മുടെ യാത്രയൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. യാത്രയൊക്കെ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ ശരിക്കും ദുആ ചെയ്യണം. നമ്മളൊരു ഉംറ ചെയ്തുകൊണ്ടൊക്കെ ശരിയായി എന്നൊന്നും ഉറപ്പിക്കാൻ പറ്റൂല. കാരണം ഒരു ഹദീസ് ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ബേജാറാണ്. ഇമാം അൽ ഖത്തീബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്, ലോകാവസാനമായാൽ, അന്ത്യനാളായി കഴിഞ്ഞാൽ ഇതിന്റെ ലക്ഷണമൊക്കെ കണ്ടു തുടങ്ങിയില്ലേ. ഖറജന്നാസു ഇലൽ ഹജ്ജ്,